റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവന് അത് മതിയായതാണ്. പിശാച് അവനിൽ നിന്ന് അകന്നുകൊണ്ട് പറയും, ഒരു വ്യക്തിക്ക് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല, മലക്കുകൾ പറയും ഖദ് കുഫീത, മലക്കുകൾ പറയും ഖദ് കുഫീത, നിനക്ക് ഈ ദിക്ർ മതി, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പറയപ്പെടും കുഫീത വവുഖീത വഹുദീത, ഈ ദിക്ർ നിനക്ക് മതിയായതാണ്, നീ എല്ലാ ഷർറുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് നേർമാർഗവും ലഭിച്ചിരിക്കുന്നു. വതനഹ അൻഹു ശൈത്താൻ, അത് പറയുമ്പോൾ പിശാച് അവനിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ്. അതുവരെ അവൻ്റെ കൂടെ നിൽക്കും, അവനെ വഴിതെറ്റിക്കാൻ വേണ്ടി. പക്ഷേ ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടി വതനഹ അൻഹു ശൈത്താൻ, പിശാച് മാറി നിന്നിട്ട് മറ്റൊരു പിശാചിനോട് പറയും, അഥവാ അവർ സംഘങ്ങളായിട്ടാണ് വരിക. അപ്പോൾ മറ്റൊരു പിശാചിനോട് ഈ ശൈത്താൻ പറയുകയാണ്, കൈഫ ബിക ബിറജുലിൻ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് എന്തുണ്ട് ചെയ്യാൻ, ഖദ് കുഫി, അയാൾക്ക് മതിയായത് ലഭിച്ചിരിക്കുന്നു, വവുഖിയ, റബ്ബ് സംരക്ഷണം കൊടുത്തിരിക്കുന്നു, വഹുദിയ, അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നു. റബ്ബിൻ്റെ സംരക്ഷണം കിട്ടിയ, റബ്ബിൻ്റെ മാർഗദർശനം കിട്ടിയ ഒരാളെ വഴിതെറ്റിക്കാൻ ഇനി നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അയാളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നാം ദിക്റുകൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ സഹായമുണ്ടാകും. അതുകൊണ്ട് ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റും വർദ്ധിപ്പിക്കുക.